ഓക്കെ. ഇപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിങ് സ്റ്റേഷനാണല്ലോ. അതെ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ബ്രെയിനിന് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് നമ്മൾ മറവി എന്നൊക്കെ പറയാം, മറന്നു പോവുക. ഇതൊക്കെ ബ്രെയിനിൻ്റെ പ്രശ്നങ്ങളായിട്ട് പറയാം. അതെ. ബ്രെയിൻ എക്സസൈസസ് എന്ന് പറയും. നമ്മൾ അങ്ങനെ കുറേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ബ്രെയിൻ ഓക്കെ. എക്സസൈസസ് ബ്രെയിനിന് കൊടുക്കുന്ന, നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന പോലെ ബ്രെയിനിന് എക്സസൈസ് ചെയ്താൽ യു ക്യാൻ ബി ബെറ്റർ എന്ന്, ഫിസിക്കലി മെൻ്റലി ഒക്കെ. അത് ശരിയാണോ? ബ്രെയിൻ എക്സസൈസസ് വർക്ക് ചെയ്യോ? ബ്രെയിൻ എക്സസൈസസ് ഒക്കെ തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു തെറാപ്പി പാർട്ടായിട്ടൊക്കെ നമ്മൾ ന്യൂറോ സർജറിൽ അത് ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ല. എന്നാലും ഈ പറഞ്ഞ പോലെ മറവി രോഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്രായമുള്ള ആൾക്കാരിലും കുട്ടികളിലും ഒക്കെ തന്നെ ഈ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ബ്രെയിൻ എക്സസൈസ് നല്ലതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ബ്രെയിന് രണ്ട് പാർട്ടായിട്ടായിരിക്കുന്നത്. അതെ. രണ്ട് ഹെമിസ്ഫിയേഴ്സ് എന്ന് പറയും, റൈറ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഈ രണ്ട് ഹെമിസ്ഫിയറുകളും അതിൻ്റെ ഫങ്ഷൻസ് വളരെ ഡിഫറെൻ്റാണ്. ഒരു ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുണ്ട്, കോർപ്പസ് കലോസം എന്ന് പറയും. അപ്പോൾ എപ്പിലെപ്സി ഉണ്ടല്ലോ, അപസ്മാര രോഗം, വളരെ സിവിയറായിട്ടുള്ള അപസ്മാര രോഗം ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ബ്രിഡ്ജ് കടന്ന്, അതായത് കോർപ്പസ് കലോസത്തിൽ കൂടെ അപ്പുറത്തെ ബ്രെയിനിലേക്ക് പോകും. എന്നിട്ട് അത് മൊത്തം വ്യാപിക്കും മൊത്തത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോർപ്പസ് കലസോട്ടമി എന്ന് പറഞ്ഞൊരു സർജറി പണ്ട് കാലത്ത് വന്നിരുന്നു. അതായത് കോർപ്പസ് കലോസത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പസ് കലസോട്ടമി ചെയ്തിട്ടുള്ള പേഷ്യൻസിന് അവരൊക്കെ വളരെ വെസ്റ്റേൺ വേൾഡിൽ അവരെക്കുറിച്ച് കൂടുതൽ അവരുടെ സ്റ്റഡീസൊക്കെ നടത്തിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഈ നമ്മുടെ ഫങ്ഷൻസ് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് റോജർ സ്പെറി എന്നും പറഞ്ഞൊരു ഫേമസ് ന്യൂറോ സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് വരെയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എല്ലാ ആൾക്കാരും, ചില ആൾക്കാർ റൈറ്റ് ഹാൻഡഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡഡ്, അങ്ങനത്തെ പല ഹാൻഡഡ്നെസ് എന്ന് പറയല്ലോ, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മുടെ ബ്രെയിനിൽ ചിലപ്പോൾ ഒരു ബയസ് ഉണ്ടാവും, നമുക്ക് ഏതിനകത്താണ് കൂടുതൽ താല്പര്യങ്ങൾ എന്നുള്ളത്. അപ്പം മനസ്സിലായി. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു കുട്ടീനെ എക്സാമ്പിൾ ഇട്ടെടുക്കുക. ഒരു കുട്ടിയിൽ അവൻ്റെ ബ്രെയിനിൻ്റെ ബയസ് എങ്ങനെയാണ്, അവൻ്റെ ഹാൻഡഡ്നെസ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ആ ടെസ്റ്റിലൂടെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ ടെസ്റ്റുകളിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിനിന്റെ ഏത് ഹെമിസ്ഫിയർ ആണ് കൂടുതൽ ആക്റ്റീവ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബ്രെയിനിനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗെയിംസും എക്സസൈസസും കൊടുക്കുക. അതായിരിക്കും ഉദ്ദേശിച്ചത്, ബ്രെയിൻ എക്സസൈസസ്. അപ്പോൾ അങ്ങനത്തെ ബ്രെയിൻസ്, അതായത് റൈറ്റ് ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗെയിംസും പസിൽസ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ലെഫ്റ്റ് ബ്രെയിന് അതിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ ഈ എക്സസൈസസ് ഒക്കെ ഓരോ ബ്രെയിനിൻ്റെ ഓരോ പാർട്ടിനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയാണ്, ബൂസ്റ്റ് ചെയ്യാൻ അതിൻ്റെ പവേഴ്സ്. ഓക്കെ. ഇതിപ്പോൾ കുറേയും കൂടി ടെക്നിക്കലാണല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച്, അതല്ലാണ്ട് വളരെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന കുറേ എക്സസൈസ് ഉണ്ട്. അതായത് ഇഫ് യു ആർ എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വലത് കൈ വെച്ചാണല്ലോ ബ്രഷ് ചെയ്യുക. അതേ നിങ്ങൾ കുറച്ച് കാലം അടുപ്പിച്ച് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ബ്രഷ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നിങ്ങളുടെ ഓരോ റുട്ടീൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ ബ്രെയിൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ചിലപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരിക്കാം, നമ്മളൊരു സെൽഫ് ഇൻസ്ട്രക്ഷൻ ചെയ്യണത്. അപ്പോൾ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് റീവയർഡ്. അവിടെ ബ്രെയിനകത്ത് റീവയറിങ് നടത്തിയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു വീക്ക്നെസ് ഉള്ളൊരു ആസ്പെക്റ്റിനെ, അപ്പോൾ ലെഫ്റ്റ് കൈ വീക്കാണെന്നല്ലേ പറഞ്ഞു, അതിൻ്റെ ഒരു പവറിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ബൈ റീവയറിങ് നമ്മുടെ ബ്രെയിനകത്തുള്ള സർക്യൂട്ടിനെ. നമ്മളുടെ റൈറ്റ് ബ്രെയിനിനെ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കണമെങ്കിൽ ഇപ്പോൾ റൈറ്റിംഗ്, ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ്, അത് അങ്ങനത്തെ എക്സസൈസസ് ഒക്കെ ഉണ്ട്. അത് റൈറ്റ് മ്യൂസിക്, റൈറ്റ് ലിറ്ററേച്ചർ, അതെല്ലാം റൈറ്റ് ബ്രെയിൻ. അതേസമയത്ത് ലെഫ്റ്റ് ബ്രെയിൻ ഈസ് മോർ മാത്തമാറ്റിക്കൽ, റൈറ്റ് ബ്രെയിൻ ഈസ് മോർ ആർട്ടിസ്റ്റിക്. അപ്പോൾ അതാണ് ആർട്ടിസ്റ്റുകളും മ്യൂസിഷ്യൻസും. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് സമൂഹത്തിലെ നല്ല ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ബ്രെയിൻ എന്ന് പറയാം. ഞാൻ ആർട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മേ ബി അങ്ങനത്തെ ആൾക്കാർക്ക് റൈറ്റ് ബ്രെയിൻ ആണ്. അപ്പം ലെഫ്റ്റ് ബ്രെയിനെ നമുക്ക് ഉത്തേജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മാത്തമാറ്റിക്കൽ പസിൽസ് ഒക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതേ സമയത്ത് മറിച്ച് റൈറ്റ് ബ്രെയിനെ കുറച്ചും കൂടെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ,
പോയട്രി, മ്യൂസിക്, അവരൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കുക, മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബ്രെയിൻ എക്സസൈസ്, ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായി. ഒരാൾ കൂടുതൽ ഇൻക്ലൈൻ ടു ആർട്ട്, മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അയാളുടെ റൈറ്റ് ബ്രെയിൻ ആണ് ആക്റ്റീവ്. അപ്പോൾ അയാളെ കുറച്ചും കൂടെ നമുക്ക് ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവ് ആക്കാനുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കാം. നേരെ തിരിച്ചും സംഭവിക്കാം. നമ്മുടെ ആവശ്യം എന്താണെന്നനുസരിച്ചിട്ട് നമുക്ക് ബ്രെയിനിനെ മൗൾഡ് ചെയ്യാം. മനസ്സിലായി. ഓക്കെ. ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ഹെൽത്തിന് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഹാർട്ടിനാണെങ്കിൽ യു ഷുഡ് വാക്ക്, ഇത് നമ്മൾ ഒരു ബേസിക് കാര്യമാണ്. അതുപോലെ ലങ്സിനാണെങ്കിൽ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, ഡു നോട്ട് സ്മോക്ക്, ഇതൊക്കെ നമ്മൾ പറയും. ബ്രെയിനിൻ്റെ ഹെൽത്തിന്, നമ്മുടെ തലച്ചോറിൻ്റെ ഹെൽത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതായത് ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കുക, ഈ പറഞ്ഞ എക്സസൈസ് ഒക്കെ കൊടുപ്പിക്കുക, തലച്ചോറ് ഉപയോഗിക്കുക. റീഡിങ് ഒരു മെത്തഡാണ്. മ്യൂസിക് ലിസൺ ചെയ്യുക. പിന്നെ ബ്രെയിൻ ഒരു നല്ലൊരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ആവശ്യത്തിന് നമുക്കൊരു ഉറക്കം, അതൊക്കെ ഒരു ബ്രെയിൻ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉറക്കമില്ലായ്മയൊക്കെ നമ്മളുടെ ബ്രെയിനിൻ്റെ പെർഫോമൻസിനെയൊക്കെ അത് ബാധിക്കും. പിന്നെ ഒരു ബ്രെയിൻ നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതുപോലത്തെ നല്ല ഒരു ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ അതുപോലെ ആയിരിക്കണം. നല്ല ഡയറ്റായിരിക്കണം നമ്മൾ കഴിക്കുന്നത്, എക്സസൈസ്. അപ്പോൾ കൊച്ചു കാര്യങ്ങളാണ്, പക്ഷെ അതെല്ലാം നമ്മളുടെ ഒരു ഇൻ ടോട്ടാലിറ്റി നമ്മളുടെ ബോഡിയെയും നമ്മുടെ മനസ്സിനെയും എല്ലാത്തിനെയൊക്കെ ഇതൊരു നെറ്റ്വർക്ക് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ടു മേക്ക് ഇറ്റ് ക്രിസ്പ്, ടോപ്പ് 5 ഹാബിറ്റ്സ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ടോപ്പ് 5 ഹാബിറ്റ്സ് ചോദിച്ചാൽ ഡോക്ടർ ഏതൊക്കെയാ പറയാ? ഒന്നും ഒരു ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഉറക്കമില്ലാത്ത. അപ്പോൾ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഉറങ്ങണമെന്നുള്ള കാര്യമാണ് അതിനകത്ത് നല്ല ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളതെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒഴിവാക്കുക. പിന്നെ നമ്മളുടെ പലതരത്തിലുള്ള ഇൻ്റലിജൻസസ്, അതായത് ഞാൻ ഉദ്ദേശിക്കണം ഇപ്പോൾ ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതുപോലത്തെ ഒരുപാട് ശീലങ്ങളോ ദുശ്ശീലങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാം, അത് അങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. തലയുടെ കാര്യം പറയുമ്പോഴേ, തലവേദന ഈസ് എ ബിഗ് തലവേദന. തീർച്ചയായിട്ടും വെരി എന്താ പറയാ ബേസിക്. തലവേദന ഒരു വലിയ തലവേദനയാണ്, പക്ഷേ നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. അതായത് നമ്മൾ മിക്കവാറും 90% ആളുകൾ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് തലവേദന. എപ്പോഴാണ് ഒരു തലവേദന ഡേഞ്ചറസ് തലവേദനയായി മാറുന്നത്? റൈറ്റ്. അപ്പോൾ തലവേദന വരാതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു പോപ്പുലേഷനിൽ 99% ആളുകൾക്കും ഏതെങ്കിലും ഒരു അവസരത്തിൽ തലവേദന വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു സിംറ്റം ആയതുകൊണ്ട് നമ്മളത് വലുതായിട്ട് അലോസരപ്പെടുത്താറില്ല, നമുക്ക് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തലവേദന എപ്പോഴാണ് അതൊരു റെഡ് ഫ്ലാഗ്, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് എന്ന് ചോദിച്ചാൽ, വിട്ടുമാറാത്ത തലവേദന ഞാൻ പറയും. അതായത് തലവേദന നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, മാറുന്നില്ല, ഒരു 3 മാസത്തിൽ കവിഞ്ഞ് നിൽക്കുന്നൊരു തലവേദന, അങ്ങനെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് അത് നിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടത്. ചിലപ്പോൾ അതോടൊപ്പം തന്നെ തലവേദനയോടൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് തലവേദന കൂടുമ്പോൾ ഛർദിൽ, വോമിറ്റിംഗ് വരാം. ചിലപ്പോൾ ഓക്കാനായിരിക്കും ചില ആൾക്കാർ റിയലായിട്ട് ഛർദ്ദിക്കാം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോർമലായിട്ടുള്ളൊരു സംഭവമല്ല. തലവേദനയോടൊപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബലക്കുറവ് അങ്ങനത്തെയൊക്കെ കാര്യം, പക്ഷേ തലവേദന ബ്രെയിനിൻ്റെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കൈക്ക് കാലിനൊക്കെ ഉള്ളൊരു ബലക്കുറവ്, അല്ലെങ്കിൽ ഒരു തരിപ്പും പെരുപ്പും അങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. തലവേദന കൂടെ വരുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ നോട്ടീസ് ചെയ്യണം. ചില ആൾക്കാർക്ക് കാഴ്ചക്കൊരു ബുദ്ധിമുട്ട്, തലവേദന തുടങ്ങിയ ശേഷമാണ് നമ്മൾ കണ്ണ് ബ്ലർ ആവുന്നത്, കാഴ്ച ക്ലിയർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഈ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷമാണ് വരുന്നതെങ്കിൽ അതൊക്കെ നമ്മളതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിൻ്റെ ഒരു അനാലിസിസ് എന്താണ് അങ്ങനെ വരുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ. ഇപ്പം തലവേദനയുടെ റീസൺ അറിയാവുന്ന ആളുകളുണ്ട്. 2 ആളുകളാണ്, ഒന്ന് മൈഗ്രെയിൻ ഉള്ള ആളുകൾ, പിന്നെ ഒന്ന് സൈനസ് ഉള്ള ആളുകൾ. പക്ഷെ ഇത് രണ്ടും അറിയാത്ത ആളുകളുണ്ട്, ഇത് ഏത് തലവേദനയാണ്. ഈ മൈഗ്രെയിൻ്റെ തലവേദനയും സൈനസിൻ്റെ തലവേദനയും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക?
കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ രണ്ടും ഒക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കാം. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ട് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ 2 ടൈപ്പാണ് ഒരുപക്ഷെ വളരെ കോമൺ ആയിട്ട് കാണുന്ന തലവേദനകൾ. മൈഗ്രെയിൻ നമ്മൾ പലപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ഒപ്പിയിലൊക്കെ കാണുന്നതാണ് മൈഗ്രെയിൻ ഹെഡേക്ക് ആയിട്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് വെച്ചാൽ വളരെ തീവ്രമായിട്ടുള്ളൊരു ഹെഡേക്കാണ്. അതെ. ഒന്നത് അതായത് വരുന്ന ആൾക്കാർക്ക് അറിയാം, ഭയങ്കര തീവ്രമായിട്ടുള്ള ഹെഡേക്കാണ്. അത് പിന്നെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ, കൂടിപ്പോയ ഒരു ദിവസം ഒക്കെ നിന്നേക്കാം, 1-2 ദിവസം വരെയൊക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് അത് നിൽക്കുന്ന കുറവാണ്. പക്ഷെ സൈനസ് ഹെഡേക്ക് അങ്ങനെയല്ല. സൈനസ് ഹെഡേക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇവിടെ ഉണ്ടല്ലോ, ഈ നെറ്റിയുടെ ഈ ഭാഗം, ഫോർഹെഡ്, പിന്നെ നമ്മൾ ചീക്ക്, ഇവിടെയൊക്കെയുള്ള ബോൺസിൻ്റെ അകത്ത് കുറേ അറകളുണ്ട്. അതാണ് സൈനസ് എന്ന് വിളിക്കുന്നത്. ഈ സൈനസുകളുടെ അകത്തൊക്കെ ഒരു ലൈനിങ് ഉണ്ട്. നമ്മുടെ വായുടെ അകത്ത് ലൈനിങ് പോലെ ഇതിൻ്റെ അകത്തുള്ള അതിനകത്തുള്ളൊരു നീർക്കെട്ടാണ്, ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് സൈനസ് ഹെഡേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ആ ഹെഡേക്ക് ഒന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മൂക്കിന് ചുറ്റുപാടാണ് സൈനസുകളിൽ. അതുകൊണ്ട് ചിലപ്പോൾ മൂക്കടപ്പ്, അലർജി, ജലദോഷം, ഇതൊക്കെ ചിലപ്പോൾ ഈ ഹെഡേക്കിനോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൈനസ് ഹെഡേക്കാണ്. ഒന്ന് അത് ലൊക്കേഷൻ വെച്ച് പറയാം. മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ ഒരു ലൊക്കേഷനും സൈനസ് ഹെഡേക്കിൻ്റെ ലൊക്കേഷനും രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആൾക്കാരും പറയുന്നത് ഒരു യൂണിലാറ്ററൽ, അതായത് ഒരു സൈഡിലാണ് പലപ്പോഴും അതിൻ്റേത്. അതായത് ഒരു കണ്ണിൻ്റെ സൈഡിലൊക്കെ തുടങ്ങിയിട്ട് അത് ടെമ്പിൾ, അതായത് ചെന്നിയുടെ ഭാഗത്തേക്ക് പടർന്ന് ഏതാണ്ട് യൂണിലാറ്ററൽ ഹെഡേക്കാണ് പല ആൾക്കാരും ഒരു സൈഡിലാണ്. അതേ സമയത്ത് സൈനസ് ഹെഡേക്ക് കൂടുതൽ സെൻട്രലാണ്. നമ്മളുടെ ഫേസ്, നെറ്റിയുടെയും ഫേസിൻ്റെ ഇത്രയൊരു ബാക്കാണ് കൂടുതൽ സെൻട്രൽ. അപ്പം പിന്നെ ഈ നേരത്തെ പറഞ്ഞ തീവ്രത, മൈഗ്രെയിൻ ഹെഡേക്ക് വളരെ സിവിയർ ആയിട്ടും തീവ്രമായിട്ടും വരും. അതേസമയത്ത് മറ്റേത് അങ്ങനെയല്ല. ഒരു ഹെഡേക്ക് തന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്, അത് നമ്മൾ അലോസരപ്പെടുത്തും. എന്നാൽ അത്രയ്ക്ക് മറ്റേ പോലെ തീവ്രമായിട്ട് അത്രയ്ക്ക് ഡിസ്റ്റർബ് വന്നു പോകില്ല. പിന്നെ ഈ ഇൻഫെക്ഷൻ മാറാതെ സൈനസ് ഹെഡേക്ക് പോകില്ല. മറ്റാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ പോകും. അപ്പം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് ഇതിൻ്റെ. തിരിച്ചറിയാനായിട്ട് മറ്റൊരു കാര്യമാണെങ്കിൽ പറയാൻ വെച്ചാൽ മൈഗ്രെയിനിൽ അതൊരു ജനറ്റിക് പ്രിഡിസ്പോസിഷനുള്ള ജനിതകമായിട്ടുള്ള കാരണങ്ങൾ പലർക്കും. അതായത് കൂടുതലും ലേഡീസിലാണ് കാണുന്നത്, സ്ത്രീകളിലാണ് പുരുഷന്മാർക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് കൂടുതലും. നമ്മളോട് അവരുടെ ഫാമിലി ഹിസ്റ്ററി ചോദിച്ചാൽ അവരുടെ അമ്മയ്ക്ക്, അവരുടെ സിസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ മനസ്സിലായി ആ കുടുംബത്തിൽ തന്നെ പല ആൾക്കാർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഒന്നും സൈനസ് ഹെഡേക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഒരു ഇതാണ്. പിന്നെ മൈഗ്രെയിൻ ഹെഡേക്കിൽ ഒരു ഫിമെയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഒരു കൂടുതലൊരു ഉണ്ട്. പക്ഷേ സൈനസ് ഹെഡേക്കിനകത്ത് അങ്ങനെ ജെൻഡർ ഇതൊന്നും ഇല്ല, ആർക്കും അങ്ങനെയൊക്കെ ഇതാണ്. അതെന്തുകൊണ്ടാണ് മൈഗ്രെയിൻ സ്ത്രീകൾക്ക് കൂടുതൽ വരാൻ കാരണം? എനിക്ക് തോന്നുന്നു ഒരു കാരണം ഹോർമോണലാണ്. അതായത് ഈ ലേഡീസിൽ ചില ആൾക്കാർക്കൊക്കെ ഒരു മെൻസ്ട്രൽ സൈക്കിൾസ് ഒക്കെ ആയിട്ട്, ആർത്തവചക്രവും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്, മെനപ്പോസായിട്ട്. അതൊക്കെ ഒരു ഹോർമോണൽ വ്യതിയാനങ്ങൾ ഈ മൈഗ്രെയിന ട്രിഗർ ചെയ്യും. പിന്നെ അതിൻ്റെ മൈഗ്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വാസ്കുലർ ഹെഡേക്ക് എന്നാണ് പറഞ്ഞു. വാസ്കുലർ ഹെഡേക്ക് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് ആണ് അതിനകത്തുള്ള ബുദ്ധിമുട്ടുന്ന പ്രൈമറി അതിനകത്തുള്ള കൾപ്രിറ്റ്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിനെ വികസിപ്പിക്കുന്ന കുറേ കെമിക്കൽസൊക്കെ ബോഡിയിൽ റിലീസ് ചെയ്യും. ഹോർമോൺസും അങ്ങനെയൊക്കെ കുറച്ച് ചില സൈക്കിൾസിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വാസോ ഡയലറ്റേഷൻ. അതുകൊണ്ടായിരിക്കാം സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും സിവിയർ എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമർ. ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ട്യൂമറിന് നമുക്ക് കുറേയൊക്കെ കാരണങ്ങൾ അറിയാം. ബ്രെയിൻ ട്യൂമർ എന്തുകൊണ്ടാണ് അത്ര കോമൺ ആയിട്ട് വരുന്നതും അതിൻ്റെ റീസൺ എന്താണ്? ബ്രെയിൻ ട്യൂമറുകൾ കോമൺ ആയിട്ടും നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കലി. അതായത് മൊത്തം നമ്മൾ ക്യാൻസർ, ശരീരത്തിൽ വന്ന ക്യാൻസറുകളുടെ ഒരു മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2% ഉള്ളൂ CNS ട്യൂമേഴ്സ്. CNS എന്ന് വെച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രെയിനാണ്. ബ്രെയിനിൽ ട്യൂമേഴ്സ് 2% ഉള്ളൂ. പിന്നെ അതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും പലതും അജ്ഞാതമാണ്. ഹൈപ്പോത്തസിസ് ആണ് കൂടുതലും, സിദ്ധാന്തങ്ങളുള്ളൂ. ഞാൻ ഇപ്പോൾ മറിച്ച് പറയാം. ഇപ്പോൾ ലങ് ക്യാൻസറിനെ കുറിച്ച് അന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സ്മോക്കിംഗ് അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ് സ്മോക്കിംഗ് എന്നുള്ളത്. ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് ജനറ്റിക്കായിട്ടൊരു ഫാക്ടറുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിവറിന് ആൽക്കഹോൾ ഒരു സംഭവം ഇതാണ് ഒരു ഇതുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ബ്രെയിൻ ട്യൂമേഴ്സിനെ കുറിച്ച് പറയാൻ നേരത്ത് ഇതൊക്കെ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. സ്മോക്കിങ്ങോ ആൽക്കഹോളൊന്നും ബ്രെയിൻ ട്യൂമറുകൾ നേരിട്ട് ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കുന്നതായിട്ട്
നേരിട്ട് ഡയറക്റ്റ്ലി നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ കുറവാണ്, റീസൺസ് കുറവാണ്. എന്നാൽ തന്നെയും കുറച്ചൊക്കെ പറയാം. ഒന്ന് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ്, എൻവയറമെൻറ്റൽ പാരിസ്ഥിതികമായിട്ടുള്ള നമ്മുടെ എക്സ്പോഷർ ടു ടോക്സിൻസ് എന്നൊക്കെ പറയും, ചില കെമിക്കൽ വസ്തുക്കളോടുള്ള നമ്മൾ നിരന്തരമായിട്ടുള്ള സമ്പർക്കം. അത് വരുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഈ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ്, പെട്രോളിയം ഇൻഡസ്ട്രി, പിന്നെ ഈ കെമിക്കൽ ഇൻഡസ്ട്രീസ്, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രീസ്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ചില കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു ഒരു കാർസിനോജനിക് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള, അത് ബ്രെയിനായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് ഇതുണ്ട്. മറ്റൊരു ഒരു റീസൺ റേഡിയേഷനാണ്. അത് റേഡിയേഷൻ പ്രത്യേകിച്ചും ചിലപ്പോൾ കുട്ടികളിലൊക്കെ എന്തെങ്കിലും ഒരു കാരണവശാൽ അവർക്ക് റേഡിയേഷൻ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വളർന്ന് മുതിർന്നവരാവുന്ന സമയത്ത് ബ്രെയിൻ ട്യൂമറുകളൊക്കെ അവരിലൊക്കെ കാണാറുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത്, നമ്മൾ ഒരു ന്യൂറോ സർജൻ ആയതുകൊണ്ട് നമ്മൾ പേഷ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർ പണ്ടൊക്കെ വീണിട്ടുണ്ട്, തലയടിച്ചൊക്കെ വീണിട്ടുണ്ട്, അത് ആണോ ഇപ്പം എനിക്ക് ട്യൂമർ വരാനുള്ള കാര്യം? അതായത് ട്രോമ എന്ന് പറയും, ട്രോമ ഇതിൻ്റെ ഒരു ഫാക്ടറാണോ, വീഴ്ചകളും ആക്സിഡൻസ് ഒക്കെ? അതിനൊരു യാതൊരു സ്റ്റഡീസും അത് പ്രൂവ് ചെയ്യുന്നില്ല. എന്നാൽ തന്നെ ബ്രെയിൻ ട്യൂമറുകളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന മെനിഞ്ചോമ എന്ന് പറഞ്ഞൊരു ട്യൂമറുണ്ട്. അതൊരു ക്യാൻസർ അല്ലാത്ത ടൈപ്പ് ബിനൈൻ ട്യൂമർ കാറ്റഗറി വരുന്ന മെനിഞ്ചോമയ്ക്ക് ട്രോമയായിട്ടൊരു അസോസിയേഷൻ ഉണ്ടെന്ന് പല പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും ജനറലായിട്ട് നമുക്ക് അങ്ങനെ സയന്റിഫിക് ആയിട്ട് അങ്ങനെ പറയാൻ ഇല്ല. പല കാരണങ്ങളും ഇപ്പോഴും അജ്ഞാതമാണ് ബ്രെയിൻ ട്യൂമറുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് മറ്റു പല അവയവങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ നമ്മളിപ്പോൾ തലയ്ക്ക് തലവേദന ഉൾപ്പെടെ തലയുടെ ഏത് ചെറിയ പ്രശ്നം പറഞ്ഞാലും ഗൂഗിൾ പറയുന്നത് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഗൂഗിളിനോട് ചോദിക്കാതെ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ബ്രെയിൻ ട്യൂമറിന്റെ ഈ പ്രീ ക്യാൻസറസ് സിംറ്റംസ് നമ്മൾ പറയുമല്ലോ, അതായത് ദിസ് ക്യാൻ ബി ബ്രെയിൻ ട്യൂമർ എന്ന് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അതെന്തൊക്കെയാ? മറ്റൊരു വിധത്തിൽ ഞാൻ അത് ഇന്റർപ്രിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സിംറ്റംസ് ഓഫ് ബ്രെയിൻ ട്യൂമർ എന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. ബ്രെയിൻ ട്യൂമർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് തലവേദന എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തലവേദന നമുക്കൊരു സ്പെസിഫിക് സിംറ്റം അല്ല. ഇഷ്ടംപോലെ എല്ലാ ആൾക്കാർക്കും തലവേദന ഉള്ളതുകൊണ്ട് തലവേദന വരുന്ന എല്ലാ ആൾക്കാരും എൻ്റെ തലവേദന ബ്രെയിൻ ട്യൂമറാന്നുള്ളൊരു ഫിയർ നമ്മൾ ഉണ്ടാക്കരുത്. അപ്പോൾ അത് ചാൻസ് വളരെ കുറവാണ്. ഈ തലവേദനയോടൊപ്പം ഛർദിലൊക്കെ വരുന്നത് ഈ ബ്രെയിൻ ട്യൂമേഴ്സിൽ കാണുന്ന ഒരു പ്രവണതയാണ്. കാര്യം വെച്ചാൽ ബ്രെയിനകത്ത് പ്രഷർ കൂടുന്നുണ്ട്. ഒരു ബ്രെയിനകത്ത് ട്യൂമർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ തലയോട്ടിക്കകത്തുള്ള പ്രഷറുണ്ട്, ഇൻട്രാക്രനൽ പ്രഷർ എന്ന് പറയും, അത് കൂടിയിട്ട് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ പ്രഷറാണ് നമ്മളെ വൊമിറ്റിങ്ങിലൊക്കെ. അത് മറ്റുള്ള ടൈപ്പ് ഹെഡേക്കിൽ അങ്ങനെ ഇൻട്രാക്രനൽ പ്രഷർ കൂടുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഹെഡേക്ക്. പക്ഷെ മൈഗ്രെയിനിലുണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ ഇതായിട്ട് പറയും, വളരെ മൈഗ്രെയിൻ കൂടി വരുമ്പോൾ അവർ വൊമിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ബ്രെയിൻ ട്യൂമറിലൊരു വൊമിറ്റിംഗ് ഒരു ഇതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റ് അസോസിയേറ്റ് സിംറ്റംസ് ഈ തലവേദനയോടുണ്ട്. അതായത് ഒരു ഫിറ്റ്സ് വരുന്നത്. ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം. കുറേ നാൾ തലവേദന ഉള്ള ഒരാൾക്കൊരു ഫിറ്റ്സ് വരുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറച്ച് ന്യൂറോ റിലേറ്റഡ്, അതായത് കൈകാലുകൾക്കൊരു തരിപ്പ് അല്ലെങ്കിൽ ഒരു ബലക്ഷയം, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ബലക്ഷയമുള്ള ആൾക്കാർ ചിലപ്പോൾ നടക്കാൻ നേരത്തൊരു വേച്ച് പോകണം. കാരണം ഒരു സൈഡ് വീക്ക് ആയതുകൊണ്ട് ഒരു ബാലൻസ് ഇല്ലായ്മ. പിന്നെ കാഴ്ചയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഡബിൾ വിഷൻ എന്ന് പറയും, അതൊരു ബ്രെയിൻ ട്യൂമറിൽ ഒക്കെ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തലവേദന ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം നമ്മളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു ഭയങ്കര ഡെഡ്ലി ഡിസീസ് പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ. ഈസ് ഇറ്റ് ആക്ച്വലി ക്യൂറബിൾ? അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാര്യം എന്ന് വെച്ചാൽ ബ്രെയിൻ ട്യൂമറിൽ ഒരുപാട് ബ്രെയിൻ ട്യൂമേഴ്സ് ബിനൈൻ കാറ്റഗറി, അതായത് നോൺ ക്യാൻസർ സ്വഭാവം ഇല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ 100% ക്യൂറബിൾ ആണ്. ട്യൂമർ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി ഓക്കെ. നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ട്യൂമറുകൾ എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ടൈപ്പ് ട്യൂമറുകളാണ്. സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളതൊക്കെ. അതെ. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ബ്രെയിനകത്ത് ബ്രെയിനിൽ ഇത് വരുന്ന ഗ്ലയോമാസ് എന്നൊക്കെ ആണ് മെയിനായിട്ടുള്ളൊരു കാറ്റഗറി. ആ ട്യൂമറുകൾ വളരെ
അഗ്രസീവാണ്. അത് നമ്മളുടെ പല ആൾക്കാരുടെയും ജീവഹാനി സംഭവിക്കാവുന്ന ടൈപ്പ് വളരെ ക്വിക്കായിട്ട് പടരുന്നൊരു സംഭവമാണ്. അപ്പോൾ ബ്രെയിനിലെ ക്യാൻസേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നേരത്തെ 2 ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സാണ് ഉള്ളത്. ഒന്ന് നമ്മൾ പ്രൈമറി ട്യൂമേഴ്സ് എന്ന് പറയും, സെക്കൻഡറി ട്യൂമേഴ്സ് എന്ന് പറയും. പ്രൈമറി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബ്രെയിനകത്ത് തന്നെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ട്യൂമർ. ബ്രെയിൻ അവിടെ തന്നെയാണ് അത് ഉണ്ടാവുന്നത്. സെക്കൻഡറി അങ്ങനെയല്ല, ശരീരത്തിൽ മറ്റൊരു ഭാഗത്താണ് അവരുടെ ട്യൂമർ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുരുഷന്മാരിലാണെങ്കിൽ ഒരു ലങ് ക്യാൻസർ വന്നൊരാൾക്ക് പിന്നീട് ഇത് മറ്റ് ബോഡിയുടെ പല മെറ്റസ്റ്റേസിസ്, അതാണ് സെക്കൻഡറി ട്യൂമേഴ്സ്. അപ്പോൾ പ്രൈമറി ട്യൂമറും സെക്കൻഡറി ട്യൂമേഴ്സ് എല്ലാം തന്നെ ക്യാൻസറസ് ആണ് ആണല്ലോ. അത് കാരണം വെച്ചാൽ മറ്റൊരു ഭാഗത്ത് പടർന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറാണ്. പ്രൈമറി ട്യൂമേഴ്സിനകത്ത് നമ്മൾ പിന്നെ അത് 2ആയിട്ട് എടുക്കാം. കാരണം അതിനകത്ത് എല്ലാം ക്യാൻസർസ് അല്ല, ക്യാൻസർ ഇല്ലാത്ത ടൈപ്പാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു മെനിഞ്ചോമയുടെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്യൂമറാണ് മെനിഞ്ചോമാസ്. അത് ക്യാൻസറസ് അല്ല. അപ്പോൾ ചിലപ്പോൾ അത് വലിയ സൈസ് ഉണ്ടായിട്ട് ബ്രെയിനകത്തിട്ട് അതിൻ്റെ പ്രഷർ കൂടുകയും അല്ലെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കണമെങ്കിൽ നമ്മുടെ ഫങ്ഷൻസൊക്കെ അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ വൈസ് ഉണ്ടാക്കുന്ന കാരണമാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആ ട്യൂമർ എടുത്ത് മാറുന്നതോടുകൂടി അവരുടെ ആ പ്രശ്നം അവിടെ സോൾവ് ആണ്. പക്ഷേ ക്യാൻസർ പോലത്തെ പ്രൈമറി ക്യാൻസേഴ്സ് ബ്രെയിനകത്തുള്ളത് അത് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാനും പറ്റില്ല. അതിൻ്റെ ചിലപ്പോൾ ഭാഗ്യമായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് അവിടെ തീരുന്നില്ല, പിന്നെ റേഡിയോ തെറാപ്പി വേണം, ചില കേസുകളിൽ കീമോതെറാപ്പി, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരാറുണ്ട്. മനസ്സിലായി. അപ്പോൾ ഈ ട്യൂമർ ആയിട്ട് വരുന്നത് 100% ക്യൂറബിൾ ആണ് അല്ലേ? പ്രൈമറി ട്യൂമേഴ്സ് ആയിട്ട് വരുന്നത് നോൺ ക്യാൻസർ ടൈപ്പ്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെല്ലാവരും ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ എന്ന് നമ്മൾ ധരിക്കുന്നത് തെറ്റാണ്. ഒരുപാട് ബ്രെയിനകത്ത് വരുന്ന ഒരുപാട് ട്യൂമറുകൾ നോൺ ക്യാൻസറസ് ടൈപ്പാണ്. അത് സർജറിയോടുകൂടി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവസാനിക്കുന്നതാണ്. പിന്നെ വേറൊരു പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് പല ആൾക്കാർക്കുള്ളതാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലുള്ള ട്യൂമറുകൾ. അത് നമ്മൾ അവരൊരു പ്രസൻറ്റേഷൻ, അവരൊരു സിംറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാഴ്ചക്കുള്ളൊരു പ്രോബ്ലം ഇതായിട്ടാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് സൈഡിലുള്ള കാഴ്ച കട്ടായി പോകുന്നതാണ് ഒരു കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. ഞാനിപ്പോൾ നേരെ നോക്കിയിരിക്കുന്നു, എന്നാൽ തന്നെ എനിക്ക് സൈഡിലുള്ള കുറേ കാര്യങ്ങൾ കാണാം, നമുക്ക് സൈഡ് വിഷൻ ഉണ്ട്. ഈ പിറ്റ്യൂട്ടറി ട്യൂമർ നമ്മുടെ ബ്രെയിനകത്ത് നമ്മുടെ ഒപ്റ്റിക് നെർവിൻ്റെ അടിയിലാണ് അത് വളരുന്നത്. അപ്പോൾ അതിനുള്ള പ്രഷർ കാരണം നമ്മൾ സൈഡ് കട്ട് ഓഫ് ആയി പോകും. ഇവിടെ 2 ബ്ലോക്ക് ഇത് കൊണ്ടെന്ന് വെച്ചാൽ മറവെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ കാണാൻ പറ്റും. അതുപോലെയാണ് പല പിറ്റ്യൂട്ടറി ട്യൂമറുകളുടെ പ്രസൻറ്റേഷൻ. അപ്പോൾ അവർ ആദ്യം പോകുന്നത് ന്യൂറോളജിസ്റ്റിൻ്റെ ന്യൂറോസെൻ്റെ അടുത്തല്ല, ഐ ഡോക്ടറെ അടുത്ത്. അവർ ചെക്ക് ചെയ്യാൻ നേരത്തെ അവർക്ക് മനസ്സിലാവും ഇത് ഐ പ്രോബ്ലം അല്ല, ഇതൊരു ബ്രെയിൻ പ്രോബ്ലം ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ പിറ്റ്യൂട്ടറി ആവും, ചിലപ്പോൾ മറ്റ് ട്യൂമർ ആവാം. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ട്യൂമറുകളെല്ലാം മിക്കവാറും എല്ലാം തന്നെ ഒരു 99% ബിനൈൻ ട്യൂമേഴ്സാണ്. അവർ ക്യൂറബിൾ ആണ്. നോൺ ക്യാൻസറസ് ട്യൂമർ, ക്യാൻസർ അല്ലാത്ത ബിനൈൻ അതാണ്. അതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ മൂക്കിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. പുറമെ ഒരു സ്കാറും ഇല്ല. നമുക്ക് എൻഡോസ്കോപ്പൊക്കെ വെച്ചിട്ട് മൂക്കിലൂടെ നോസ്ട്രലിലൂടെ എൻഡോസ്കോപ്പിക്കായിട്ട് അത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ക്യൂറബിൾ. മനസ്സിലായി. അപ്പോൾ ഈ നമ്മുടെ സൈഡ് വിഷൻ പെട്ടെന്ന് പോവുക അല്ലെങ്കിൽ അതിന് ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് പിറ്റ്യൂട്ടറി ട്യൂമർ അല്ലേ? അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്യണം എന്നല്ലേ, അങ്ങനെ വിഷയൊരു പ്രശ്നം വരുമ്പോൾ. ഓക്കെ, ഈ ബ്രെയിൻ ട്യൂമർ വരുന്ന ആളുകൾ ഈ ട്യൂമർ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ജനറലി പറയുന്ന ഒരു കാര്യമാണ്, ആൾ മൊത്തത്തിൽ അങ്ങ് മാറി. ഈ ട്യൂമർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആളല്ല ഇപ്പോൾ. സ്വഭാവത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരും ട്യൂമർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ. ഇസ് ദാറ്റ് സോ? അത് പൂർണ്ണമായിട്ടും കറക്റ്റല്ല. കുറച്ചും കൂടെ അത് പറയാം. നമ്മളുടെ ഈ പേഴ്സണാലിറ്റി ഓരോ ആൾക്കാർക്ക് അവരൊരു ഇതുണ്ടല്ലോ, ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ള അതിനെ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രവർത്തനം ഫ്രോണ്ടൽ ലോബുകളിലാണ്. അതായത് നമ്മൾ ഈ നെറ്റിയുടെ അപ്പോൾ ബ്രെയിനിന് 4 ലോബ്സ് ഉണ്ടെന്ന് പറഞ്ഞേക്കട്ടെ. ഒരു സൈഡിൽ ഈ നെറ്റിക്ക് പുറകിലിരിക്കുന്ന ഫ്രോണ്ടൽ ലോബ്, അതിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്നത് പരേറ്റൽ ലോബ്, ഏറ്റവും പുറകിൽ ഓക്സിപിറ്റൽ, നമ്മളുടെ ഈ ചെവിയുടെ സൈഡിലിരിക്കുന്ന ടെമ്പർ ലോബ്, ഇങ്ങനെ 4 ലോബ്. അപ്പം നമുക്ക് ഈ എല്ലായിടത്തും ഉണ്ട്. അതിനകത്ത് ഈ ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ചിന്തകളും നമ്മളെങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ എല്ലാം ഒരു ഡിസൈഡ് ചെയ്യുന്നതും അത് നിയന്ത്രിക്കുന്നതും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ. അപ്പോൾ ഫ്രോണ്ടൽ ലോബിലാണ് ഒരു ട്യൂമർ വരുന്നെങ്കിൽ
ആ ട്യൂമറിൻ്റെ ചിലപ്പോൾ ആദ്യം കാണിക്കുന്ന ഇത് അവരുടെ സ്വഭാവത്തിലുള്ളൊരു മാറ്റമായിരിക്കും. പല ആൾക്കാരും, അവരുടെ വീട്ടുകാരും അവരുടെ കൊളീഗ്സും അവരൊക്കെ ആദ്യം ഫ്രണ്ട്സൊക്കെ ആദ്യം നോട്ടീസ് ചെയ്യണ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ. പല ആൾക്കാരും ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്, മാനസിക പ്രശ്നം കൊണ്ടാണെന്ന്. അപ്പോൾ പിന്നീടായിരിക്കും മനസ്സിലാകുന്നത് സ്കാനൊക്കെ എടുക്കുമ്പോൾ ഇത് ട്യൂമർ റിലേറ്റഡ് ആണെന്നുള്ളത്. അങ്ങനത്തെ ട്യൂമറുകളൊക്കെ നമ്മൾ ഒന്ന് ട്യൂമറിൻ്റെ ലൊക്കേഷൻ കാരണം, അല്ലെങ്കിൽ ആ ട്യൂമറൊക്കെ അവിടെ നിന്നൊക്കെ മാറ്റിയാൽ ആളുകളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ ഓക്സിപിറ്റൽ ലോബിലിരിക്കുന്ന ട്യൂമർ നമ്മളെടുത്ത് മാറ്റിയ ആളുടെ പേഴ്സണാലിറ്റിക്ക് യാതൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ബ്രെയിൻ ട്യൂമർ എടുത്ത് മാറ്റിയാൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് നമുക്ക് അത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം വെച്ചാൽ ലൊക്കേഷൻ വൈസ് ആണെന്നുള്ളത്. ഫ്രണ്ടൽ ലോബിൽ വന്നാൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിലോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവാറില്ല. ഓക്കെ. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ ആളുകൾ പേടിക്കുന്നത് ബിക്കോസ് ബ്രെയിൻ ട്യൂമർ വന്നാൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് സർജറിയാണ്. സർജറി അല്ലാതെ വേറെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത നമ്മുടെ തല തുറന്നാണ് ചെയ്യുന്നത്. ഈ ടെൻഷനൊക്കെ കൊണ്ടാണ് കുറേ ആളുകൾ ഇത് ഭയങ്കരമായി പേടിക്കുന്നത്. സർജറി മാത്രമാണോ ബ്രെയിൻ ട്യൂമറിൻ്റെ ട്രീറ്റ്മെൻറ്റ്? പിന്നെ കുറേയൊക്കെ നമ്മളുടെ സിനിമകളിലൂടെ ഇതിനെ കുറച്ചൊരു അതിനൊരു വില്ലനായിട്ട് ബ്രെയിൻ ട്യൂമറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും ജനത്തിന്റെ മനസ്സിലൊക്കെ ഒരുപാട് ആകാംക്ഷയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ. അപ്പോൾ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ബ്രെയിൻ ട്യൂമറുകളെ സംബന്ധിച്ചിടത്തോളം സർജറി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ട്യൂമറിൻ്റെ സൈസ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സർജറി തന്നെ ചില കേസിൽ വേണ്ടി വരാറില്ല. ചില കേസിൽ എത്ര ചെറുതാണെങ്കിലും നമുക്കൊരു ബയോപ്സിയുടെ ആവശ്യം വരും, അതെന്താണെന്ന് മനസ്സിലാക്കാൻ. അതേ സമയത്ത് ചില ട്യൂമറുകളൊക്കെ നമുക്ക് തല തുറക്കാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല ചോദിച്ചാൽ പറ്റും. അത് റേഡിയേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ആധുനികമായിട്ടുള്ള ഗാമ നൈഫ്, സൈബർ നൈഫ്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോടാക്ടിക് റേഡിയോ സർജറി എന്നുള്ള ഒരു ഗണത്തിൽ വരും. SRS, സ്റ്റീരിയോടാക്ടിക് റേഡിയോ സർജറി. ഈ ഇന്റർവെൻഷണൽ റേഡിയോ തെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നതാണോ അത്? ഇന്റർവെൻഷണൽ റേഡിയോ തെറാപ്പിസ്റ്റുകളല്ല, റേഡിയേഷൻ ഓൺകോളജിസ്റ്റുകൾ. ഓൺകോളജിസ്റ്റുകളാണ് ഇത് കൊടുക്കുന്നത്. റേഡിയേഷൻ ഓൺകോളജിസ്റ്റുകൾ അവരാണ് നമുക്ക് റേഡിയേഷൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് തല തുറക്കാതെ ഉള്ളിലേക്ക് റേഡിയേഷൻ അത് മെഷീന് അതിൻ്റെ ആ ടൈപ്പ് മെഷീൻ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് റേഡിയേഷൻ ബീംസ് ഉണ്ടല്ലോ, അതിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് മാത്രമായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ചുറ്റുപാടും ഇരിക്കുന്ന നോർമൽ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാതെ അതിനെ കരിച്ചു കളയാൻ പറ്റും. അപ്പോൾ ട്യൂമർ അവിടെ തന്നെ ഇരിക്കും, പക്ഷെ അത് ഡെഡായിരിക്കും. അതിന് വളർച്ച ഉണ്ടാവില്ല, ഗ്രോത്ത് സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ്. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ ഒക്കെ ചില ട്യൂമറുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്ത ലൊക്കേഷനിൽ ഇരിക്കുന്ന ട്യൂമർ എന്തുമാത്രം സേഫായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അത്രമാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാറുള്ളൂ. ബാക്കി ഇരിക്കുന്ന ഭാഗത്തിന് റെസിഡ്വൽ ട്യൂമർ എന്ന് പറയാം, ബാക്കി അവിടെ ഇരിക്കുന്ന ഭാഗത്തിനെ നിയന്ത്രിക്കണമല്ലോ, അല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് തിരിച്ചു വരണം. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ റേഡിയേഷൻ, ചില കേസിൽ സർജറി പോലും ആവശ്യമില്ലാതെ ഡയറക്റ്റ് റേഡിയേഷൻ കൊടുക്കാവുന്ന കേസുകൾ ഉണ്ട്. It all depends. അത് ഡിപ്പെൻസ്.